ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു വർക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമുക്കൊരു എൻഗേജ്മെൻറ്റ് വർക്ക് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ദൃശ്യ. അപ്പോൾ ഇവൾക്കൊരു സിമ്പിൾ എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ മേക്കപ്പ് ഒരു ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാരി എടുത്തിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവൾക്ക് മേക്കപ്പിനെ കുറിച്ച് അധികം കണ്ടീഷൻസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു പുട്ടി അടിച്ചൊരു എഫക്റ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ളൊരു മേക്കപ്പ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ളൊരു മേക്കപ്പ് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ദൃശ്യയ്ക്ക് 9 മണിക്ക് റെഡി ആവണം. അപ്പോൾ ഇപ്പോൾ സമയം 7 മണി. നമ്മൾ 7 മണിക്കാണ് ദൃശ്യം റെഡിയാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആൾ ഓൾറെഡി ക്ലെൻസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് സീറ്റിയം കൊടുക്കുക. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ടോണർ ചെയ്തിട്ട് മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പ്രൈമറും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് കറക്റ്റർ വെച്ചിട്ട് കുറച്ച് ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് അവിടെ ഐബ്രോ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐബ്രോ നല്ല ഷേപ്പ് വരാൻ വേണ്ടി നമ്മൾ കൺസീലർ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഐബ്രോ ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഐഷോഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ലൈറ്റ് ഷെയ്ഡ്. അതായത് ഇവിടെ സാരി ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡ്രസ്സ് വരുന്നത് ഒരു ലെഹങ്കാണ്. അപ്പോൾ രണ്ടിലോട്ടും മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ഒരു ഐ മേക്കപ്പുമാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് ഷെയ്ഡ് തന്നെ നമ്മൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സ്കിൻ ടോൺ മാറും, ഒരു പുട്ടി എഫക്റ്റും കിട്ടും. അപ്പോൾ നമ്മൾ ഈ ബ്രൈഡിൻ്റെ കറക്റ്റ് ഷെയ്ഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഏരിയയിലും നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, എന്നാലേ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഫൈനൽ ഫിനിഷ് നന്നായിട്ടിരിക്കുള്ളൂ. നമ്മൾ വൈറ്റ് നെക്ക് ആയതുകൊണ്ട് തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് പൗഡർ വെച്ചിട്ട് എല്ലാ ഏരിയയിലും നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ലൈറ്റായിട്ടാണ് ബ്ലഷും അതുപോലെ തന്നെ ഹൈലൈറ്റും കൊടുക്കുന്നത്. ബ്ലഷും ഹൈലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്, അതായത് ഒരു മിനിമൽ മേക്കപ്പ് ലുക്കല്ലേ. എന്നിട്ട് നമ്മൾ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഷാർപ്പായിട്ട് കണ്ണെഴുതി കൊടുത്തിട്ടില്ല, ജസ്റ്റ് കണ്ണെഴുതിയിട്ട് ഒന്ന് സ്മജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനൽ നമ്മുടെ ഐസ് വരുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു ലിപ്പ് ബാം ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്കെല്ലാം വളരെ ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓൾറെഡി നമ്മൾ കോണ്ടോറൊക്കെ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും നോസിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു കോണ്ടോർ വേണമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഫേസ് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലെൻസും വെച്ചിട്ടില്ല, അതുപോലെ തന്നെ ലാഷസും വെച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മസ്കാരായിട്ടൊന്ന് ലാഷൊന്ന് മസ്കാര ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ മേക്കപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ സെറ്റാക്കാം. അപ്പോൾ ഹെയറിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രിമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രിമ്പ് ചെയ്തിട്ട് നമ്മൾ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്കിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതേ കളർ ടോൺ അനുസരിച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ എൻഗേജ്മെൻറ്റ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ബ്രൈഡിൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അതായത് എൻ്റെയും ഇവളുടെയും ദൃശ്യൻ്റെയും ഫ്രണ്ട്സാണ്. ഇത് അവരുടെ കസിൻസാണ്. ഇതും പിന്നെ ഈ ചേച്ചിയും അവരുടെ ഒരു കസിനാണ്. പിന്നെ ഇവർ എൻ്റെ വീഡിയോസ് ഇവിടെ തന്നെ ഇരുന്നോട്ട് എന്നെ ട്രോളിങ് കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സല്ലേ, ഇങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ, ഇനിയും കുറേ പേര് എത്താനുണ്ട്. അപ്പോൾ അവരും കൂടി വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ സൈന, ഇവള് ഫോട്ടോ എടുക്കാൻ വിചാരിച്ച് പോസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള എക്സ്പ്രഷനാണിത്. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല ഫ്രൈഡ് റൈസും ബിരിയാണിയും പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മൾ ഫൈനലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുറച്ച് ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.